ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഷജീല സുബൈദ. ഞാനിപ്പോൾ ഉള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം നടക്കുന്ന കൊല്ലം ആശ്രാമം മൈതാനത്തെ വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിലാണ്. ഇവിടെ വലിയ വൻ ജനാവലിയാണുള്ളത്. ഈ പരിപാടിയിൽ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ അവതരിപ്പിക്കുന്ന ഇരുണ്ട വാർത്തകൾക്ക് പിന്നിൽ എന്ന നാടകം കൂടി ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ നാടകവും ഉണ്ട്. പ്രേക്ഷകർക്കായി ഈ സ്ഥലം ഞാൻ പരിചയപ്പെടുത്തുന്നു. കൊല്ലം ജില്ലയിലെ ആശ്രാമം മൈതാനത്തിലാണ് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത് വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കുന്ന വാർഷിക പദ്ധതിയിലെ പരിപാടിയിലാണ്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിക്ചറൊക്കെ വെച്ചിട്ട് ഈ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ളത്. നമസ്കാരം. നമ്മളെ LDF സർക്കാരിൻ്റെ ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വർഷത്തിനോടനുബന്ധിച്ച് ഇവിടെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന മേളയോടനുബന്ധിച്ചിട്ടുള്ളതിൽ നമ്മളൊരു മെഗാ ബുള്ളറ്റ് റാലി കൊല്ലം ജില്ലാ ബുള്ളറ്റ് യൂസേഴ്സ് ക്ലബ്ബ്, റോയൽ ഫീൽഡ് യൂസേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ബുള്ളറ്റ് മണി എന്നാണ്. അപ്പം അങ്ങനെ ഞങ്ങളൊരു 50-ലേറെ വരുന്ന ബുള്ളറ്റുകൾ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളൊരു മെഗാ ബുള്ളറ്റ് റൈഡ് ഞങ്ങൾ നടത്തി. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാലഗോപാൽ അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ബഹുമാന്യായ അധ്യക്ഷ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി കെ ചിഞ്ചുറാണി 5-4-9 വർഷമാണ് ടെക്നിക്കലി ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷമാണ്. 4ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്താകെ. 5ാം വാർഷികം ആഘോഷം ഇങ്ങനെ നടക്കാൻ പറ്റില്ല. കാരണം 5 വർഷമാകുമ്പോഴേക്കും ഏത് ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കാലാവധി കഴിയുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകും. അത് കേവലം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ നമ്മുടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ബ്ലോക്കും എല്ലാം ലോക്കൽ ഗവൺമെൻറ്റുകളാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്രയും ബഡ്ജറ്റ് തുക ഉള്ള, ആകെയുള്ള പ്ലാനിൻ്റെ ഏകദേശം 3-1 ചെറിയ കാര്യമല്ലത്. അത്രയും ചെയ്ത സർക്കാരാണ്. ഞാൻ പറഞ്ഞു 500-1000 കൊല്ലം എന്ന് പറഞ്ഞു. നിങ്ങളും എന്താ 500-1000 കൊല്ലം? 500-1000 കൊല്ലം. കാരണം നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളെ ടൗണുകളെ ഓർക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ലിവർപൂൾ, മറിച്ചതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ സിംഗപ്പൂർ, ഷാങ്ഹായ്, ദുബായ്, ഇതൊക്കെ ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളും നഗരങ്ങളും തുറമുഖത്തിന് ചുറ്റുമാണ്. 2000 വർഷം മുമ്പ് കച്ചവടക്കാർ വന്നതും തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അങ്ങനെയുള്ള ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം കേരളത്തിൽ വന്നാൽ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ തുറമുഖം കൊണ്ടുവരാൻ പ്രായോഗികമായി കഴിയില്ല. എന്താ വെച്ചാൽ അവിടെ ആഴം ഇത്രയില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ പറഞ്ഞു, ഗുജറാത്തിലെ ആളുകൾ നിങ്ങളെ വഴക്ക് പറയും, ഈ അദാനി ഗുജറാത്തിലുള്ള ആളാണ്, കാരണം ഇവിടെയാണ് അതിനേക്കാളും വലിയ പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ മുണ്ട്ര പോർട്ടിൽ ഇത്രയും ഡെപ്ത് ഇല്ല, നാച്ചുറൽ ഡെപ്ത്. അതുകൊണ്ട് ഇത്രയും വലിയ കപ്പലെടുക്കില്ല. അങ്ങനെ കപ്പലെടുക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും വരുന്ന വ്യവസായങ്ങളെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. തുറമുഖം വന്നാൽ പോരാ. അതുകൊണ്ടാണ് ഗവൺമെൻറ്
കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പണം മാറ്റി വെച്ചു 1000 കോടി രൂപ. പ്രാഥമികമാണ്, 1000 കോടി കൊണ്ട് തികയില്ല, ഇനിയും വേണം. സ്വകാര്യ പൊതുമേഖല എല്ലാ രംഗത്തുനിന്നും ആൾ വരാൻ വേണ്ടിയിട്ടുള്ള വികസന കാര്യം, ധാരാളം ഫാക്ടറികളും പ്രൊഡക്ഷൻ സെൻ്ററുകളും വരാം. അതിന് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഒരു കോറിഡോർ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വ്യവസായത്തിനും വാണിജ്യത്തിനും ഒക്കെ പറ്റുന്നൊരു കോറിഡോർ അവിടെ നമ്മൾ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും അതിൻ്റെ സ്ഥലം വാങ്ങലും ഒക്കെ വരും. സ്വകാര്യ വ്യക്തികൾക്കുൾപ്പെടെ എനിക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എൻ്റെ അടുത്ത് 2-3 പേര് അവരുടെ ചില വ്യവസായങ്ങൾ തുടങ്ങാൻ, സ്വകാര്യ പാർക്ക് തുടങ്ങാൻ, ഞാൻ ഇൻഡസ്ട്രീസിൻ്റെ ഇന്നത്തെ ജില്ലാ ഓഫീസറോട് വിളിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ സ്വകാര്യ പാർക്കിൻ്റെ നടപടിക്രമം എപ്പോൾ തീരും? കാരണം സർക്കാരിൻ്റെ സമയബന്ധിതം നേരത്തെ നമ്മുടെ ഒരു സമയം ഒത്തിരി എടുക്കുന്ന രീതി പറ്റത്തില്ല. സ്വകാര്യ ഒരു വ്യാപാരി വ്യവസായി വന്നാൽ അവർക്ക് നിക്ഷേപിച്ചിട്ട് വളരെ പെട്ടെന്ന് റിട്ടേൺ കിട്ടണം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന നടപടിക്രമമുണ്ട്. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വഴി നമ്മൾ ഏറ്റവും മുന്നേ വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചതേ ഉള്ളൂ, ഇങ്ങനെ പുതിയ സ്വകാര്യ പാർക്ക് ആൾ വരുന്നുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിക്ക് കുറച്ച് സ്ഥലമെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കിൻഫ്രയുടെ ആളുകൾ വന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ കേരളത്തെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. ബാക്കി ധാരാളം കാര്യങ്ങളുണ്ട്. ഈ വലിയ തുറമുഖവും വലിയ ആളുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതല്ല. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ.